സൂംബ എന്നത് 1990-കളിൽ കൊളംബിയൻ നൃത്ത ശൈലിയുടെ ഭാഗമായി ബെറ്റോ പെരസ് രൂപകൽപ്പന ചെയ്ത ഒരു സംഗീത നൃത്ത ഒരു മ്യൂസിക്കൽ ഡാൻസ് പെർഫോമൻസ് ആണ്. അതായത് ഇതൊരു വ്യായാമ മുറ എന്ന നിലയിലാണ് അത് ലോകത്ത് പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അതൊരു ഒരു കാർഡിയോ ഫിസിയോ ഒരു ലാറ്റിനോ ഇൻസ്പയർഡ് ഡാൻസ് ആണ്. സ്വാഭാവികമായും ഇത് നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാൻ, നമ്മുടെ കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കാൻ ഒക്കെ സഹായിക്കുന്ന ഒരു എയറോബിക് വർക്കൗട്ട് എന്ന നിലയിലാണ് സൂംബ ഇപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും അതിന് പ്രചാരം ലഭിക്കുന്നത്. ഈ 2012 ഒരു പഠനത്തിൽ പറയുന്നത് സൂംബ ഡാൻസ് ഏതാണ്ട് 1 മണിക്കൂർ സൂംബ നൃത്തം ചവിട്ടിക്കഴിഞ്ഞാൽ 300 മുതൽ 900 കിലോ കലോറി ശരീരത്തിൽ നിന്ന് കുറയുമെന്നാണ്, കൊഴുപ്പിൻ്റെ അംശം കുറയുമെന്നതാണ്. അപ്പോൾ ഇതൊരു വ്യായാമ മുറിയുടെ ഭാഗമായി കൂടിയുള്ളതാണ്. അതോടൊപ്പം ഇതിനകത്ത് നൃത്തവും സംഗീതവും അങ്ങനെ കലയും വ്യായാമവും കൂടി ഇഴചേർന്നുള്ള ഒന്നാണ്. സർക്കാർ ഇത് സ്കൂളുകളിൽ അവതരിപ്പിക്കുമ്പോൾ, സ്കൂളുകളിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സർക്കാർ ആഗ്രഹിച്ചത് ചെറുപ്പക്കാർ പലരും ഇപ്പോൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതും അവരുടെ അറ്റൻഷൻ പോകുന്നതും അവരുടെ വലിയ കനത്ത മാനസിക സമ്മർദ്ദങ്ങളിലൊക്കെ കഴിയുമ്പോൾ അവർക്ക് ആശ്വാസം നൽകാൻ, അവർക്ക് റിലാക്സ് ചെയ്യാനുള്ളൊരു മെത്തേഡ് എന്ന നിലയിലാണ്. ഇതിന് ശാസ്ത്രീയതയുണ്ട്, ഇതിൽ കലയുണ്ട്, ഇതിൽ വ്യായാമ മുറയുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത്? തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. ഞാൻ തിരിച്ചതേപോലെ വേറൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാവുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ബഹുമാന്യനായ ഗോപികൃഷ്ണനോട്, താങ്കളുടെ ചാനലിലെ ഓഫീസിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് നിങ്ങളൊരു കഥകളി കളിച്ച് ഓഫീസിലേക്ക് കയറിയാൽ മതി എന്ന് ഒരു നിർദ്ദേശം അധികാരികളുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ഗോപികൃഷ്ണൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി നേരെ അത് കേട്ട് അതുപോലെ തന്നെ ശരി കഥകളി കളിച്ച് കളയാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുക? അതല്ല അത് എന്തിനാണ് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നിന്ന് മറുപടി പറയാണ്, ഇപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാന്യനായ ഗോപികൃഷ്ണൻ തിരിച്ചു ചോദിക്കുക, അതെങ്ങനെയാണ് സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക എന്നൊരു ചോദ്യം ചോദിക്കൂലേ? ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ വലിയൊരു പ്രശ്നമായ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ ഉണ്ട്. അത് നമ്മളെല്ലാവരും, ഗോപികൃഷ്ണനും ചാനലും അതുപോലെ തന്നെ ഇവിടെയുള്ള ഗവൺമെന്റും പ്രതിപക്ഷവും നമ്മളെല്ലാവരും ഒരുപോലെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്നുള്ളത്. ആ ലഹരിക്ക് എങ്ങനെയാണ് ഒരു സൂംബ ഡാൻസ് കൊണ്ട് അത് എങ്ങനെയാണ് പരിഹാരമാവുക? നേരത്തെ കൊറോണക്ക് പാത്രമടിച്ചുകൊണ്ട് പരിഹാരമുണ്ടാക്കാൻ പല ആളുകളും ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ടൂറ് പോകുമ്പോൾ ബസ്സിൽ അപകടം വരുമ്പോൾ അതിന് വൈറ്റ് കളർ അടിച്ചാൽ മതി, പെയിന്റ് അടിച്ചാൽ മതി എന്നുള്ള പരിഹാരം കൊണ്ടുവന്നു. അതുപോലെയുള്ള ഒരു പരിഹാരമായിക്കൊണ്ട് സൂംബ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് പരിഹാരമാവുക? താങ്കൾ ഒരു ഏറെക്കുറെ അസംബന്ധ സ്വഭാവത്തിലുള്ള ഒരു താരതമ്യവുമായിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത്. ഞാൻ പറയാം ഡോക്ടർ അബ്ദുള്ള ബാസി, ഒരു സെക്കൻഡ് ഞാൻ പറയാം ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞോളൂ. താങ്കൾ ഒരു ഭാഗം പറഞ്ഞല്ലോ, അതിന്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിച്ച് താങ്കൾ വിശദീകരിച്ചോളൂ. അതായത് ലോകത്ത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ഡോക്ടർ അബ്ദുള്ള ബാസി ഒരു സെക്കൻഡ് താങ്കൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ച് വരുന്നതും ഈ സൂംബ നൃത്തവുമായി താങ്കൾ താരതമ്യം ചെയ്ത ഭാഗത്ത് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. അതൊന്ന് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, എന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാ ഞാനൊരു മറുപടി പറയട്ടെ. അത് വിശദീകരിച്ചോളൂ. ഒരു മിനിറ്റ്. ലോകത്തെ എല്ലായിടത്തും ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും തൊഴിലിലെ പുതിയ ശൈലികൾ വന്നതിന്റെ ഭാഗമായിട്ടും മനുഷ്യനുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദങ്ങൾ അതിജീവിക്കാൻ ജിമ്മുകളുണ്ട്, യോഗാ മുറകളുണ്ട്, വ്യായാമ മുറകളുണ്ട്, പാട്ട് കേട്ടുകൊണ്ട് ജോലി ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കുട്ടികൾക്ക് തൊട്ടടുത്ത് ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവർക്ക് അതിനോട് ചേർന്ന് ആ കിഡ്സിനെ അവർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ലോകത്ത് പലതരത്തിലുള്ള ജോലികൾക്ക് പല സ്വഭാവത്തിലേക്ക് നമ്മുടെ ജീവിതശൈലികൾ മാറുമ്പോൾ അതിനെ മറികടക്കാൻ ശാസ്ത്രീയമായതും സ്വീകരിക്കപ്പെട്ടതും പിന്തുടരുന്നതുമായ മാർഗങ്ങളുണ്ട്. താങ്കൾ ഈ പറഞ്ഞതൊന്നുമല്ലല്ലോ കാരണമായി പറഞ്ഞത്. അല്പവസ്ത്രം ധരിച്ച ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന സംസ്കാരത്തിനൊപ്പം ഉണ്ടാകില്ല എന്നാണല്ലോ കാരണം പറഞ്ഞത്. അല്ലാതെ കഥകളി കളിച്ചിട്ട് കയറുന്നതിന്റെ സാലറിയുമായി ബന്ധപ്പെട്ട യുക്തി അല്ലല്ലോ നിങ്ങൾ ഇതിനെ എതിർക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ അബ്ദുള്ള ബാസി, ഞാൻ പറഞ്ഞോട്ടെ. ശരി, ഇവിടെ ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇടപെട്ടതുകൊണ്ടാണ് അത് മനസ്സിലാവാതെ പോയത്. എന്താണെന്ന് ചോദിച്ചാൽ
ഇവിടെ ഒരു വിഷയമുണ്ട്, ലഹരി എന്നുള്ളതാണ് വിഷയം. പ്രത്യേകിച്ചും കൗമാരക്കാർക്കിടയിൽ, സ്കൂൾ കുട്ടികൾക്കിടയിൽ ലഹരി എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. ആ ലഹരി എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനമാണ് ആവശ്യം. അതിൽ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ മുതിർന്നവരുടെ ലഹരി പോലെയല്ല കുട്ടികളുടെ ലഹരിയെ കാണേണ്ടത്. മുതിർന്നവർക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് ആളുകൾ കള്ളുകുടിയന്മാരാകുന്നത്, എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്നത്, അത് പലപ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ട്രെസ് റിലീഫ് എന്നുള്ളതാണ് മുതിർന്നവരുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ കുട്ടികൾക്ക് അത് പലപ്പോഴും പ്ലഷർ സീക്കിംഗ് കൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ലഹരി ഉപയോഗിക്കുന്നത്. പ്ലഷർ സീക്കിംഗ് ആണ് പ്രശ്നം. അതായത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഡോപ്പമിൻ കിട്ടുക, അതിലൂടെയാണ് ഇതിന്റെ ഒരു അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ പ്ലഷർ സീക്കിംഗ് കാരണം ഉണ്ടാകുന്ന ഈ ലഹരി ഉപയോഗം, പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗം ഒരിക്കലും തന്നെ ഒരു ഡാൻസ് കളിച്ചത് കൊണ്ട് ഇല്ലാതാവില്ല. ഇനി ഞാൻ പൂർത്തിയാക്കട്ടെ. അതിന്റെ ഇടയിൽ ഇടപെടുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എൻ്റെ പോയിന്റുകളൊന്നും പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത് ഇനി ശരിയാണ്, ഒരു മാനസികമായ ഉല്ലാസം അല്ലെങ്കിൽ ഒരു ശാരീരികമായ വ്യായാമം എന്നുള്ളതിനൊന്നും ആരും എതിർക്കുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ വ്യായാമം വേണം. നിങ്ങൾ കായികപരമായിട്ടുള്ള വ്യായാമത്തിനുള്ള പീരീഡുകളും അതിനു വേണ്ടിയുള്ള ടീച്ചർമാരെ നിശ്ചയിക്കുന്നിടത്തൊക്കെ ഗവൺമെന്റ് അമ്പേ പരാജയമാണ്. 500 കുട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു PT സാറിനെ ഉണ്ടാക്കാൻ നിയമിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കൃത്യമായ കായിക അഭ്യാസങ്ങളോ അല്ലെങ്കിൽ അവിടേക്കുള്ള അധ്യാപകരെ നിയമിക്കുന്നിടത്തൊക്കെ അമ്പേ പരാജയമായിട്ടുള്ള ഒരു സർക്കാർ അതിനു പകരം ഇങ്ങനെയുള്ള കുറച്ച് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ ചോദിക്കും, എന്തുകൊണ്ട് സൂംബ ഡാൻസ് മാത്രം? താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞല്ലോ, വ്യായാമം നല്ലതാണ്, വ്യായാമം നമുക്കാക്കാം. വ്യായാമമാകട്ടെ, അതിനുള്ള കായിക അധ്യാപകരെ നിങ്ങൾ നിശ്ചയിക്കൂ. അതുപോലെ തന്നെ അതിനുള്ള മറ്റു പരിഹാരങ്ങൾ നിശ്ചയിക്കൂ. ഈ ലഹരി എന്തുകൊണ്ട് കൂടുതലായിട്ട് പോകുന്നു? അവിടെയാണ് നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കുട്ടികളുടെ ലോകവീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും സെലിബ്രേഷൻ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണിത്. അത്രയും ആഴത്തിലുള്ള ഒരു വിഷയത്തിന് നിങ്ങൾ ഡാൻസ് കളിച്ച് കണ്ട് അതിന് പരിഹാരമാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ അതാവോ? അത് ശരിയാണോ? അത് പരിഹാരമാണോ? ഏതുപോലെ നിങ്ങൾ 24ലേക്ക് വരുമ്പോൾ കഥകളി കളിച്ചോളൂ എന്ന് പറയുന്നത് പോലെ തിരിച്ചു ചോദ്യം വരും.